ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം നമ്മൾ പൊതുവേ കണ്ണൂർ കാഞ്ഞങ്ങാട് നീലേശ്വരം കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ എല്ലാ കല്യാണ വീട്ടിലും കിട്ടുന്ന ഒരു സാധനമാണിത്. അതായത് നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഡേറ്റ്സ് ആയിട്ടുള്ള അച്ചാറാണ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ കല്യാണ വീട്ടിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കൂടുതൽ എന്ന് വെച്ചാൽ ഒരു വലിയ വെളുത്തുള്ളി ആണെങ്കിൽ നമ്മൾ ഒരു 6-7 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ അതൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കുക, കട്ട് ചെയ്തിട്ടല്ല, ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കണം. ഇനി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു, കട്ടിയുള്ള പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ശേഷം നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ കളർ ചേഞ്ച് ആയ സമയത്ത് അതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. മീഡിയം ടു ലോ. ഓക്കെ, അത് നിങ്ങൾ ഗ്യാസിൻ്റെ ഫ്ലെയിം അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ കൂട്ടിയും കുറക്കുക ചെയ്യുക. ഏതായാലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോയിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ മുളകിൻ്റെ കുത്തിച്ചോപ്പൊക്കെ പോയി കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടുള്ള ഇതിൽ വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി അതിലേക്ക് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഇത് ഉണ്ടാക്കി നിങ്ങൾ കഴിക്കുക. അത്രക്കും ഫേമസും അത്രക്കും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതായത് ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫുള്ളായിട്ട് നമ്മൾ മുളകും എണ്ണയും എല്ലാം ഒന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ ഫുള്ളായിട്ട് എല്ലാം മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഉപ്പ് കൂടിപ്പോകാൻ പാടില്ല, അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏത് കല്യാണത്തിന് പോയാലും ഈ അച്ചാറില്ലാതെ ഒരു കല്യാണം വീട്ടിൽ അങ്ങോട്ടും ഉണ്ടാവില്ല. കണ്ണൂർ, അതുപോലെ തന്നെ പടന്ന, പിന്നെ പയ്യന്നൂർ, അങ്ങോട്ടൊക്കെ ഇത് ഹിറ്റായ ഒരു സാധനമാണ്. അപ്പം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചതെന്ന് വെച്ചാൽ വേവാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈത്തപ്പഴം അരച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു ഈത്തപ്പഴം എടുക്കുന്ന സമയത്ത് ഒരു 10-15 വലിയ 10-15 ഈത്തപ്പഴം എടുക്കുക. അതിനെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊന്ന് കുതിരതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള വെള്ളം കൂടിയിട്ട് മിക്സി കഴുകിയ വെള്ളം ഉണ്ടാവില്ല, അതും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സിർക്ക ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ നമ്മുടെ ഈത്തപ്പഴവും പിന്നെ അതുപോലെ തന്നെ ബീട്രൂട്ടും ക്യാരറ്റും വെളുത്തുള്ളിയും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. സമയത്ത് വേണമെങ്കിൽ നിങ്ങൾ കറിവേപ്പില ചേർക്കാം, പക്ഷെ ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു ഭംഗിക്ക് വേണമെങ്കിൽ മാത്രം ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് അച്ചാർ, കല്യാണ വീട്ടിലുള്ള ബീട്രൂട്ട് ക്യാരറ്റ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം, അടിപൊളി സാധനമാണ് ഇത്. നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും, അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് F3 ഫാഹി.